ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓൺടർപ്രണർക്ക് വേണ്ട വാല്യൂസ് ആണ്. അതായത് നമ്മൾ ഓൺടർപ്രണർ എന്ന് പറയുമ്പോൾ തന്നെ അയാളെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഏതൊരു കാര്യം എടുത്തു നോക്കിയാലോ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നവനെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. കാരണം നമുക്ക് ഇവിടെ എടുക്കാനുള്ളത് വൻ റിസ്കുകളാണ്. ഏത് രീതിയിലും, കാരണം പുതിയൊരു ആശയം, പുതിയൊരു രീതി, ഇതൊക്കെ നമ്മൾ പയറ്റാണ്. ഈ സമയത്ത് നമുക്ക് റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഇവിടെ നമ്മളെ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ പല ആൾക്കാരും പല തെറ്റുകളും ചെയ്യും. ഈ പല തെറ്റുകളും ചെയ്യുന്നതിന് നമുക്ക് മറ്റുള്ളവരോട് നമുക്ക് ചോദിക്കാനും കൂടി പറ്റണം. അതിനും കൂടി ഉള്ള ധൈര്യം വേണം. അതായത് നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഫീഡ്ബാക്ക് ചോദിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അത് നമുക്ക് ഈ ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് മാറാനോ മാറി ചിന്തിക്കാനോ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ പറ്റാതെയാവും. അതുകൊണ്ടാണ് കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ഓൺടർപ്രണർ ആവുക എന്നുണ്ടെങ്കിൽ. അതുപോലെ വരുന്ന മറ്റാളാണ് ഇൻഡിപെൻഡൻസ്. അതായത് ഏതൊരു കാര്യത്തിനെയും നമുക്ക് സ്വതന്ത്രമായിട്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി എടുക്കാൻ പറ്റണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സംരംഭകൻ എന്നുള്ളിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് ഇവിടുത്തെ മെയിൻ. അതായത് ഇവിടുത്തെ ബോസ് നമ്മളാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ മൂന്നാമത്തെ കാര്യമാണ് പെർസീവറൻസ്. നമ്മൾക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ ഒന്നും തോൽക്കാതെ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടാണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് മുന്നേറുന്ന സ്ഥിരോത്സാഹമുള്ളവർക്ക് മാത്രമേ നല്ലൊരു ഓൺടർപ്രണർ ആകാൻ പറ്റുള്ളൂ. അതേപോലെ വരുന്ന കാര്യമാണ് ഓപ്പൺ മൈൻഡ്. അതായത് എന്തൊരു കാര്യത്തിന് നമുക്കൊരു ഐഡിയ വന്നെന്ന് വിചാരിക്കുക, അത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടറിഞ്ഞ് നമുക്കത് ശരിക്കും പയറ്റാൻ പറ്റുമോ എന്നുള്ളത് എന്താ പറയുക, നമ്മളെ സ്വന്തം കാര്യത്തിലൂടെ മാത്രം, അതായത് നമ്മൾ സ്വയം ആ തെറ്റുകൾ ചെയ്തിട്ട് അതിൽ നിന്ന് മാത്രം പഠിക്കുക എന്നല്ലാതെ മറ്റുള്ളവരെ കാര്യങ്ങൾ കൂടി, അതായത് മറ്റുള്ളവരും ഇതേപോലെ ഇതേ റൂട്ടിലൂടെ ഒക്കെ പോയിട്ട് പരാജയപ്പെട്ടവരുണ്ടാവും. അവരിലൊക്കെ ഉൾക്കൊള്ളാൻ കുറേ കാര്യങ്ങളുണ്ടാവും. അതായത് അവർ ചിലപ്പോൾ നോട്ട് ചെയ്യാത്ത, അവർ പോയി വീണ ആ ഒരു പാത ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും നല്ല രീതിയിൽ ആ പാതയെ മാറ്റാൻ പറ്റും, ആ റൂട്ടിനെ മാറ്റാൻ പറ്റും. ഇതൊക്കെ നമ്മൾ അവരത് സ്റ്റഡി ചെയ്യുമ്പോഴേ പറ്റുള്ളൂ. അതായത് എന്തു പറഞ്ഞാലും നമുക്കതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു നല്ലൊരു ഓൺടർപ്രണർ ആകാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓൺടർപ്രണർക്ക് വേണ്ട വാല്യൂസ്, ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ഓൺടർപ്രണർ ആവാൻ നമുക്ക് പറ്റുള്ളൂ.